ആലപ്പുഴ കളർക്കോട് വാഹനാപകട കേസിൽ കാർ ഓടിച്ച വിദ്യാർത്ഥി ഗൌരി ശങ്കർ ഒന്നാം പ്രതി. കെഎസ്ആർടിസി ഡ്രൈവറെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കി റിപ്പോർട്ട് ആലപ്പുഴ സൌത്ത് പോലീസ് കോടതിയിൽ സമർപ്പിച്ചു. ശരണ്യ സ്നേഹജൻ നൽകും വിവരങ്ങൾ. ശരണ്യ, 5 യുവ ഡോക്ടർമാരുടെ ജീവനെടുത്ത അപകടമാണ്. അതിലിപ്പോൾ ഇതാ വാഹനമോടിച്ച ഗൌരി ശങ്കർ ഒന്നാം പ്രതിയായി റിപ്പോർട്ട് നൽകിയിരിക്കുന്നു അല്ലെ? എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? അതെ ഭവ്യ, അതായത് കഴിഞ്ഞ ദിവസം വരെ പോലീസിന്റെ പ്രതിപട്ടികയിൽ, അതായത് ഈ ആക്സിഡന്റിനെ സംബന്ധിച്ച പ്രതിപട്ടികയിൽ ഒന്നാം പ്രതിയായി ഉണ്ടായിരുന്നത് കെഎസ്ആർടിസി ബസ് ഡ്രൈവർ ആയിരുന്നു. എന്നാൽ അദ്ദേഹത്തെ പ്രതിസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കിക്കൊണ്ടാണ് ഇപ്പോൾ ആ അപകട സമയത്ത് വാഹനം ഓടിച്ചിരുന്ന ചികിത്സയിൽ കഴിയുന്ന MBBS വിദ്യാർത്ഥി ഗൌരി ശങ്കറിനെ പ്രതി ചേർത്തുകൊണ്ട് പോലീസ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. ആദ്യഘട്ടം മുതൽ തന്നെ കെഎസ്ആർടിസി ഡ്രൈവറെ പ്രതി ചേർത്തതുമായി ബന്ധപ്പെട്ട വലിയ ആക്ഷേപമുണ്ടായിരുന്നു. പക്ഷേ അതൊരു സ്വാഭാവിക നടപടിക്രമം മാത്രമാണ് എന്നുള്ളതായിരുന്നു പോലീസ് പറഞ്ഞത്. അത് കോടതിയിലേക്ക് റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ അത് മാറ്റുമെന്ന് വ്യക്തമാക്കിയിരുന്നു. ഗൗരി ശങ്കറിന് ഇപ്പോൾ അശ്രദ്ധമായി വാഹനം ഓടിക്കുക, ഓവർ സ്പീഡ് അടക്കമുള്ള കാര്യങ്ങൾ അത്തരം കാര്യങ്ങൾ പോലീസ് വെരിഫൈ ചെയ്തിട്ടുണ്ട്. ആ ഒരു കാര്യങ്ങൾ പരിഗണിച്ചാണ് ഇപ്പോൾ സെക്ഷൻ 304 പ്രകാരം ഗൗരി ശങ്കറിനെതിരെ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത്. ഈ റിപ്പോർട്ട് പ്രകാരം ഗൗരി ശങ്കർ ഈ കേസിൽ ഒന്നാം പ്രതി ആവുകയും ചെയ്യും. മാത്രമല്ല, ഈ ആക്സിഡന്റുമായി ബന്ധപ്പെട്ട് കൂടുതൽ CCTV ദൃശ്യങ്ങളൊക്കെ പോലീസ് ശേഖരിച്ചിരുന്നു. കപ്പക്കടയിൽ ഗൗരി ശങ്കർ ഈ വാഹനം ഓടിച്ചുകൊണ്ട് ഡീസൽ അടിക്കാൻ വരുന്ന CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭ്യമായിട്ടുണ്ട്. ഒപ്പം തന്നെ ആ സമയത്തൊക്കെ നല്ല മഴയുണ്ട്. ഒപ്പം തന്നെ ഗൗരി ശങ്കറിന്റെ അക്കൗണ്ടിൽ നിന്നാണ് ഗൂഗിൾ പേ വഴി ഈ വാഹനം വാടകയ്ക്കെടുത്ത ആൾക്ക് 1000 രൂപ നൽകിയിട്ടുള്ളതും എന്നുള്ളതൊക്കെ പോലീസ് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അത്തരം കണ്ടെത്തലുകളിലേക്ക് പോലീസിന് പോകാനുമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആണ് നമുക്ക് ഒരു വലിയ അപകടമാണ് സംഭവിച്ചത്. അതിനകത്ത് നമുക്കറിയാം, ആ വാഹനം ഓവർ സ്പീഡിൽ വന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് ഒന്ന് ചരിഞ്ഞ് പിന്നീട് സ്കിഡ് ചെയ്ത് എതിർവശത്തേക്ക് വരുന്ന KSRTC ബസ്സിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. അത്രയും വലിയ ഒരു അപകടത്തിൽ ഇവർ പറഞ്ഞത്, ആദ്യഘട്ടം മുതൽ തന്നെ പറഞ്ഞത്, വാഹനത്തിന്റെ മുന്നിൽ എന്തോ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ മറ്റൊരു വാഹനത്തെ മുന്നിൽ നിൽക്കുന്നത് പോലെ തോന്നിയിട്ടാണ് വാഹനം വെട്ടിച്ച് മാറ്റിയതാണ്. പക്ഷേ അങ്ങനെയല്ല, ഓവർ സ്പീഡാണ് എന്നുള്ളൊരു കണക്കുകൂട്ടലിലേക്കാണ് ഇപ്പോൾ പോലീസ് പോകുന്നത്. അത്തരത്തിലൊരു സ്പീഡ് എടുക്കാൻ പറ്റുന്ന സ്ഥലമല്ലായിരുന്നു. എന്നിട്ടും എങ്ങനെയാണ് അത്തരത്തിൽ ഈ വാഹനം അത്രയും വേഗത്തിൽ സ്കിഡ് ചെയ്ത് ഇപ്പുറത്തേക്ക് ക്രോസ് ചെയ്ത് ഇടിച്ചത് എന്നുള്ളതാണ്. എന്തായാലും ഗൗരി ശങ്കറിനെ പ്രതി ചേർത്തുകൊണ്ട് ഇപ്പോൾ പോലീസ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുകയാണ്. തീർച്ചയായും ശരണ, ഒരു കാര്യം കൂടി, ചികിത്സയിലുള്ള മറ്റ് കുട്ടികളുടെ അവസ്ഥ എന്താണ്? അവരുടെ ആരോഗ്യനില തൃപ്തികരമാണോ? അവർ വളരെ വേഗം തന്നെ ജീവിതത്തിലേക്ക് തിരിച്ചെത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാമല്ലേ? ഗൗരി ശങ്കർ ഉൾപ്പെടെയുള്ള എല്ലാവരും 4 പേർ ഇപ്പോൾ ചികിത്സയിലുണ്ട്. ഇതിൽ 3 പേരുടെ നില സ്റ്റേബിൾ ആണ്. അവർക്ക് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല എന്നുള്ളതാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. കാരണം ഗുരുതര പരിക്കുകളാണ്. ഗൗരി ശങ്കറിനാണെങ്കിലും ഇപ്പോൾ ഈ അടുത്ത ദിവസത്തേക്ക് സർജറി ചെയ്യേണ്ടതായുണ്ട്. കാരണം കാലിന്റെ എല്ലിന് ഒടിവുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ആ ശസ്ത്രക്രിയയിലേക്ക് പോകുമെന്നുള്ളത് മെഡിക്കൽ റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട്. ഇവർക്കെല്ലാവർക്കും, അതായത് നമുക്ക് ആ വാഹനം കണ്ടാൽ തന്നെ അറിയാം, പലർക്കും മൾട്ടിപ്പിൾ ഇഞ്ചുറി ആണ് ഉണ്ടായിട്ടുള്ളത്. തലയ്ക്ക് ഏറ്റ പരിക്ക് അടക്കമുള്ള ഗുരുതര പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഗുരുതര പരിക്കുകളാണെങ്കിൽ പോലും ബാക്കിയുള്ളവരുടെ നില, 3 പേരുടെ നില സ്റ്റേബിളാണ്. പക്ഷേ ഇപ്പോൾ വണ്ണാരത്ത് തന്നെ ഉണ്ടായിരുന്നു. പിന്നീട് ഇന്നലെ സ്വകാര്യ ആശുപത്രി, എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയ ആൽവിന് ഇപ്പോഴും ഒരു ഗുരുതര സാഹചര്യമുണ്ട്. അത് ഗുരുതരാവസ്ഥയിൽ തുടരുന്നുണ്ട് എന്നുള്ളതാണ്. എങ്കിൽ പോലും മറ്റ് അപകടകരമായ ഒരു അവസ്ഥയിൽ, പക്ഷേ എങ്കിൽ പോലും ഗുരുതരമായ സാഹചര്യമാണ്. അതുകൊണ്ടാണ് ഇന്നലെ കൂടുതൽ സംവിധാനങ്ങളുള്ള എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. വീട്ടുകാരുടെ കൂടി ആവശ്യപ്രകാരമായിരുന്നു ആൽവിനെ അവിടേക്ക്, അതായത് എറണാകുളത്തേക്ക് മാറ്റിയത്. ശരണ്യ സ്നേഹത്തിനാണ് വിവരങ്ങൾ നൽകിയത്.